കൊച്ചുകുട്ടികളെ പോലെ ഇരിക്കുന്ന തച്ചുവിനെ അച്ചു ഉറ്റുനോക്കി. ഉള്ളിൽ എവിടെയോ തികട്ടി വരുന്ന നൊമ്പരത്തെ അടക്കി നിർത്താനാകാതെ അവൻ പുറത്തിറങ്ങി ചുവരിൽ ചാരി നിന്നു. അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ഇറുക്കിയടച്ച് അവൻ നിന്നു. ഒരു പുച്ഛച്ചിരിയോടെ സാരംഗി അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഇപ്പോഴേ തളർന്നുപോയോ നിങ്ങൾ? അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി യാതൊന്നുമില്ലാതെ അവൻ നിന്നു. മോ പ്ലീസ്, എല്ലാം മനസ്സിലായിട്ടും എന്തിനാ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത് നീ? ഞാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ദ്രോഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നിന്നെപ്പോലെ ഞാനും ചതിയിൽപ്പെട്ടതല്ലേ? എനിക്കും നഷ്ടപ്പെട്ടില്ലേ നിറമുള്ള നല്ലൊരു കാലം? അന്നു മുതൽ മനസമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഞാൻ. ചിരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എനിക്ക്. അത്രയേറെ പ്രാണനായിരുന്നവൾ അരികിലുണ്ടായിട്ടും അവളുടെ അവഗണന സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക്. മതിയമ്മോ, ഇനിയും വയ്യടി എനിക്ക് ഇങ്ങനെ നീറി ജീവിക്കാൻ. മുഖം പൊത്തിക്കരയുന്ന അവനെ ഒരു നിമിഷം അവൾ നോക്കി നിന്നു. സത്യമാണ്, കുറച്ചു മാസം മുന്നേ ശത്രുവിൻ്റെ നാവിൽ നിന്ന് തന്നെ എല്ലാം അറിഞ്ഞിരുന്നു ഞാൻ. ചതിയിൽപ്പെടുത്തി തമ്മിൽ അകറ്റിയതും 2 പെൺകുട്ടികൾ തണലായിരുന്ന ഒരു അച്ഛനെ മരണത്തിലേക്ക് തള്ളിവിട്ടതും എല്ലാം ആരാണെന്ന് മനസ്സിലാക്കിയിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ഈ മുഖംമൂടി ആവശ്യമാണ് അച്ചേട്ടാ. നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അതിലേറെ വേദനിക്കുന്നുണ്ട് എനിക്ക്. നമ്മളെ തകർത്തവരെ കണ്ടെത്തി സംഹരിച്ചിട്ടേ ഞാൻ ഈ മുഖംമൂടി അഴിക്കൂ. അവൻ്റെ ചുമലിൽ തൊടാൻ ആഞ്ഞ കൈകളെ പിൻവലിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. ഇനിയും അവൻ്റെ വേദന താൻ കണ്ടു നിൽക്കാനാവുമായിരുന്നില്ല അവൾക്ക്. അന്ന് തന്നെ തച്ചുവിനെയും കൂട്ടി അവർ തിരിച്ചു പോന്നു. ആ നഗരത്തോടെ വിട പറയുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അച്ചേട്ടനും അവൻ്റെ അമ്മുവാകാനും മനസ്സുകൊണ്ട് അവർ ആഗ്രഹിച്ചുവെങ്കിലും തങ്ങൾക്കിടയിലെ അദൃശ്യമായ അതിർവരമ്പ് അവരുടെ മനസ്സുകളിൽ തടസ്സം സൃഷ്ടിച്ചിരുന്നു. രാത്രി വൃന്ദാവനത്തിൽ തിരിച്ചെത്തുമ്പോൾ തച്ചു ഉറക്കം പിടിച്ചിരുന്നു. ഔട്ട് ഹൗസിൽ താമസിക്കാൻ സാരംഗി ശ്രമിച്ചുവെങ്കിലും മല്ലിക സമ്മതിച്ചില്ല. അവരുടെ നിർബന്ധം കാരണം തച്ചുവിനെ സാരംഗിയുടെ റൂമിൽ കിടത്തി. അച്ചു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളെ കോരിയെടുത്ത് സാരംഗിയുടെ റൂമിൽ കൊണ്ട കിടത്തി. അവളുടെ നെറുകയിൽ വാത്സല്യത്തോടെ ഒന്ന് മുത്തിയിട്ട് അവൻ പുറത്തേക്കിറങ്ങി. നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ കാണാതെ മറച്ചു പിടിക്കാൻ സാരംഗി തിരിഞ്ഞു നിന്നു. യാത്രാക്ഷീണം കാരണം ഫ്രഷായി തച്ചുവിൻ്റെ കൂടെ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളും നിദ്ര പുൽകി. അപ്പുറം ഉറക്കം വരാതെ പഴയ ഓർമ്മകളിലേക്ക് അവനും ആഴ്ന്നിറങ്ങി. അച്ചുവും അവൻ്റെ അമ്മുവും മാത്രമുള്ള ലോകത്തേക്ക്, അവരുടെ പ്രണയകാലത്തേക്ക്. വിശ്വേട്ട, വീർത്തുന്തി നിൽക്കുന്ന വയറിൽ കൈവച്ചുകൊണ്ട് മാലിനി വിശ്വനാഥനെ വിളിച്ചു. അവളുടെ മടിയിൽ മുഖം പൂഴ്ത്തി കിടക്കുന്ന വിശ്വൻ അവളെ നോക്കി. എന്താ പെണ്ണേ? അവളുടെ വയറിൽ ഇക്കിളിയിട്ടുകൊണ്ട് ചോദിച്ചു. നമുക്ക് മോളായിരിക്കുമോ മോനായിരിക്കുമോ? വയറിൽ തഴുകിക്കൊണ്ട് മാലിനി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. മോളായാലും മോനായാലും നമ്മുടെ കുഞ്ഞല്ലേ. നമ്മുടെ പ്രണയത്തിൻ്റെ തുടിപ്പ് നമ്മുടെ പൊന്നോമനയായി വളരും. അവളുടെ വയറിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അതെ, മോളാണെങ്കിൽ സാരംഗി എന്ന് വിളിക്കാം കേട്ടോ, എൻ്റെ അമ്മൂമ്മോൾ. അവൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് അവർ പറഞ്ഞു. മോനാണെങ്കിലോ? വിശ്വൻ എഴുന്നേറ്റിരുന്ന് അവളുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു. ഹേമന്ത്, മനൂട്ട എന്ന് വിളിക്കാം. അവളുടെ പുഞ്ചിരിയിൽ അവനും അലിഞ്ഞു ചേർന്നു. തങ്ങൾക്കു ജനിക്കാനിരിക്കുന്ന പൊന്നോമനയുടെ ഓരോ ചലനങ്ങളും അവർ ഒരുമിച്ച് ചേർന്ന് ആസ്വദിച്ചു. വിശ്വനെയും മാലിനിയെയും അയാൾ വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചന്ദ്രമോഹനും ഭാര്യ മല്ലികയും മകൻ 5 വയസ്സുകാരൻ അശ്വന്ത് ചന്ദ്രമോഹനുമായിരുന്നു വൃന്ദാവനത്തിൽ അവരെ കാത്തിരുന്ന അതിഥികൾ. മല്ലിക ഒരു കൂടപ്പിറപ്പെന്ന പോലെ മിലിയെ സ്വീകരിച്ചു. കുഞ്ഞു അച്ചു അവളെ മിലിയമ്മ എന്ന് പറഞ്ഞ് പുറത്തേക്കൊന്നും മാറാതെ നിന്നു. 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വൃന്ദാവനത്തിൽ സന്തോഷം നിറച്ചുകൊണ്ട് ആ വാർത്തയെത്തി. വിശ്വനും മിലിക്കും ഒരു കുഞ്ഞു വരാൻ പോകുന്നു. കൊച്ചു അച്ചു തുള്ളിച്ചാടി. മല്ലിക മിലിയെ നന്നായി നോക്കി. ഉത്സവ പ്രതീതിയായിരുന്നു പിന്നീട് അവിടെ. കുഞ്ഞോമനയുടെ വരവോടെ വിശ്വൻ ബിസിനസ്സിൽ മുന്നേറാൻ തുടങ്ങി. അച്ചു ദിവസവും കുഞ്ഞുവാവയോട് സംസാരിച്ചിട്ടേ ഉറങ്ങുമായിരുന്നുള്ളൂ. കുഞ്ഞിൻ്റെ ആദ്യ ചലനം പോലും ആദ്യം അറിഞ്ഞത് അച്ചുവായിരുന്നു. സന്തോഷം കണ്ട് തുള്ളിച്ചാടി അച്ചു മിലിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അങ്ങനെ ഒരു ദിവസം അച്ചു മിലിയോട് ഓരോന്ന് പറയുകയായിരുന്നു. മിലിയമ്മേ, വാവ എന്താ വരാൻ ഇത്രയും താമസിക്കുന്നേ? കുഞ്ഞച്ചു അവളുടെ വയറിൽ തലോടി മിലിയോട് പരിഭവത്തോടെ ചോദിച്ചു. അതിന് വാവ വളരണ്ടേ കുഞ്ഞാ? ഇനി ഒരു 3 മാസം കൂടി കാത്തിരുന്നാലല്ലേ വാവ വരൂ. എൻ്റെ കുഞ്ഞ് സങ്കടപ്പെടാതെ കേട്ടോ. ആണോ? അപ്പോൾ വാവ വലുതാവോ? അതേ മിലിയമ്മേ, വാവ വന്നു കഴിഞ്ഞാൽ അച്ചു തരില്ല കേട്ടോ. അച്ചു വേണം. സീരിയസ് ആയി പറയുന്ന അച്ചുവിനെ നോക്കി മിലി കണ്ണു ചിമ്മി അവൻ്റെ നെറുകയിൽ തലോടി. അതേലോ, എൻ്റെ അച്ചു നോക്കിയാൽ മതി കേട്ടോ. എൻ്റെ ചൂടിലാക്കുവോ വാവേ? പിന്നെയല്ലോ, അച്ചു നോക്കിക്കൊള്ളാവേ. മിലിയമ്മ എങ്ങോട്ടും കൊണ്ടുപോകല്ലേ അമ്മൂനെ. എന്നും അച്ചുവിന് വാവയുടെ കൂടെ കളിച്ചണം, സ്കൂളിൽ പോകണം,
ഓരോന്നും എണ്ണിപ്പറയുന്ന അച്ചുവിനെ നോക്കി മിലി വാത്സല്യത്തോടെ ഇരുന്നു. വാവ എന്നും നമ്മുടെ കൂടെ കാണില്ലല്ലോ അച്ചു. മോളാണേ വേറെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ? മിലി ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു. വേണ്ട, എങ്ങോട്ടും പറഞ്ഞയക്കണ്ട. എന്തിനാ അങ്ങനെ പറഞ്ഞയക്കുന്നേ? ഞാനിവിടെ ഇല്ലേ? പിന്നെ വാവയെ മാത്രം എന്തിനാ പറഞ്ഞയക്കുന്നേ? അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിച്ചോളാം. അപ്പോൾ വാവ എന്നും ഇവിടെ കാണുമല്ലോ. വലിയ കാര്യം പറഞ്ഞതുപോലെ കൈമലർത്തി പറയുന്ന അച്ചുവിനെ നോക്കി മിലി അന്തം വിട്ടു നോക്കി. അതിനിടയ്ക്ക് നീ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പിച്ചോ? വിശ്വൻ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അച്ചുവിനെ നോക്കി പറഞ്ഞു. മോളാണെങ്കിലല്ലേ അച്ചു നിനക്ക് കെട്ടാൻ പറ്റൂ, മോനാണെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന ചന്ദ്രൻ അച്ചുവിനെ പുരികെ മുയർത്തി നോക്കി ചോദിച്ചു. ഇല്ല, വാവമോളായിരിക്കും. ഞാൻ അമ്മു എന്ന് വിളിച്ചു. ഉറപ്പിച്ചു പറയുന്ന അച്ചുവിനെ എല്ലാവരും താടിക്ക് കൈ കൊടുത്തുകൊണ്ട് നോക്കിയിരുന്നു പോയി. ആദ്യം വാവ് വന്നോട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാട്ടോ. മിലി അവൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, പാലുകൂടി മാറാത്ത ചെക്കൻ കെട്ടാൻ നടക്കുന്നു. അതെങ്ങനെ? മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. മല്ലിക ചന്ദ്രനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിനിടയിൽ മിലിക്ക് പ്രസവത്തിനുള്ള ഡേറ്റ് എടുത്തു. മല്ലികയും ചന്ദ്രനും എല്ലാത്തിനും കൂടെയുണ്ട്. പ്രസവ വേദന തുടങ്ങിയപ്പോൾ മിലിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വിശ്വൻ ആദിയോടെ ലേബർ റൂമിന് പുറത്തു നടന്നു. മല്ലിക പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അച്ചു ചന്ദ്രന്റെ മടിയിലിരുന്ന് അവരെയെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചോദിക്കുന്നുമുണ്ട്. വാവ ഇനിയും വരാത്തതെന്താ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. വെളുത്ത ടവലിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു മാലാഖയുമായി നേഴ്സ് പുറത്തേക്ക് വന്നു. മോളാണെന്നറിഞ്ഞതും അച്ചു കൈകൊട്ടി തുള്ളിച്ചാടി. വിശ്വന്റെ കയ്യിലിരുന്ന കുഞ്ഞു മാലാഖയെ അച്ചു നെറുകയിൽ ഉമ്മ വെച്ച് കൈകൊട്ടി ചിരിച്ചു. അച്ചുവിൻ്റെ അവൻ്റെ അമ്മുവിനുള്ള ആദ്യ ചുംബനം. പിന്നീട് ഉത്സവം തന്നെയായിരുന്നു വൃന്ദാവനത്തിൽ. അച്ചു പിന്നീട് സ്കൂളിൽ പോകാൻ മടിയനായി. ദിവസവും മല്ലികയുടെ കയ്യിൽ നിന്നും തല്ലു വാങ്ങിക്കൂട്ടി ബഹളമുണ്ടാക്കിയായിരുന്നു അവൻ സ്കൂളിൽ പോകുന്നത്. വന്നപാടെ മിലിയോടും കുഞ്ഞിനോടും ഒപ്പം വർത്തമാനമിരുന്ന് അവരോടൊപ്പം തന്നെ ഉറങ്ങുകയും ഉണരുകയും ചെയ്തിരുന്നു. മല്ലികയും ചന്ദ്രൻ്റെ അമ്മ അരുന്ധതിയും മിലിയെ നന്നായി പരിചരിച്ചു. ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. വിശ്വൻ ബിസിനസ്സിൽ മുന്നേറിക്കൊണ്ടിരുന്നു. കേരളത്തിന് പുറമെ ഡൽഹിയിലും ഒരു ഓഫീസ് തുടങ്ങി. എല്ലാത്തിനും താങ്ങായി ചന്ദ്രൻ ഉണ്ടായിരുന്നു. കുഞ്ഞു അച്ചു അവൻ്റെ ലോകം അമ്മുവിൽ ചുരുക്കി. എത്ര സംസാരിച്ചാലും മതിയാവുമായിരുന്നില്ല അവന്. കുഞ്ഞു വിരലിൽ പിടിച്ചും ഉമ്മ വെച്ചും കുഞ്ഞിനെ ചിരിപ്പിക്കാൻ അവന് നല്ല ഇഷ്ടമായിരുന്നു. ചന്ദ്രനും മല്ലികയും നിറഞ്ഞ പുഞ്ചിരിയോടെ ആ കാഴ്ച നോക്കി നിൽക്കും. അവരുടെ മനസ്സിലും ആഗ്രഹങ്ങൾ നിറഞ്ഞു തുടങ്ങി. അമ്മു, അവിടെ നിൽക്ക്, ഓടാതെ പെണ്ണെ. മിലി അമ്മുവിനുള്ള ചോറുമായി പുറകെ ഓടുകയാണ്. കുഞ്ഞമ്മു കിന്നരിപ്പല്ല് കാണിച്ച് അവിടെ നോടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. ഇത് പെണ്ണെ, നീ എൻ്റെ നിന്ന് വാങ്ങുവേ, കളിക്കാതെ വാ അമ്മു. അരയിൽ സാരിത്തുമ്പ് തിരികെ വെച്ച് മിലി അമ്മുവിനെ നോക്കി കണ്ണുരുട്ടി. മിലിക്ക് ദേഷ്യം വന്നാൽ അമ്മു ഒരു ചെറിയ ചിരിയോടെ അവളുടെ അടുത്തേക്ക് വരും. വേണ്ട. തലങ്ങും വിലങ്ങും തല വെട്ടിച്ചുകൊണ്ട് അവൾ മിലിയെ നോക്കി പാൽപുഞ്ചിരി തൂകി. നടക്കൂല, ഇന്ന് ഇത്രയും കഴിപ്പിച്ചിട്ടേ വിടൂ ഞാൻ. അച്ചു കൊഞ്ചിച്ചു വഷളാക്കി വെച്ചോക്കോ പെണ്ണെ. ഒരു കുഞ്ഞുരുളയുരുട്ടി അമ്മുവിൻ്റെ വായിൽ വെച്ചു കൊടുത്തുകൊണ്ട് മിലി പറഞ്ഞു. എന്താ ഇവിടെ അമ്മയും മോളും കൂടി? ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു വിശ്വൻ. കയ്യിലെ ബാഗ് സോഫയിൽ വെച്ചിട്ട് അമ്മുവിന് നേരെ കൈനീട്ടി. എന്താവൻ ഉച്ചയ്ക്ക് കഴിക്കാനെടുത്ത് കഴിക്കില്ല, എന്നെ ഓട്ടത്തിന് പ്രാക്ടീസ് ചെയ്യിക്കുക മോള്. ഇങ്ങനെയാണ് ഞാൻ വല്ല ഒളിമ്പിക്സിനും പോകേണ്ടി വരും. ആണോടി കുഞ്ഞി? അമ്മയെ മോളിട്ട് ഓടിക്കുവാണോ? പാവല്ലേ അമ്മ, എൻ്റെ മോക്ക് വലുതാവണ്ടേ, അതിന് ചോറ് കഴിക്കണ്ടേ? അവളുടെ വയറിൽ ഇക്ലയിട്ടുകൊണ്ട് വിശ്വൻ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് അമ്മ പൊട്ടിച്ചിരിക്കുന്നുമുണ്ട്. പുറത്തുനിന്ന് അവരുടെ കൊഞ്ചലും കളിചിരിയും കണ്ടുകൊണ്ടാണ് അച്ചു ഓടി വന്നത്. അച്ചുവിനിപ്പോൾ 8 വയസ്സായി, അമ്മുവിന് 3. അമ്മൂട്ടി ഓടിപ്പാഞ്ഞ് അച്ചു അവളുടെ കാലിൽ വന്ന് മുത്തി. വന്നല്ലോ മോളുടെ അച്ചേട്ടൻ, ഇനിയിപ്പോൾ പെണ്ണാരും വേണ്ട. മിലി അച്ചുവിനെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു. ചേട്ടാ. കുഞ്ഞമ്മു അച്ചുവിനെ കൈ കാണിച്ച് വിളിക്കാൻ തുടങ്ങി. 3 വയസ്സായെങ്കിലും ചില വാക്കുകൾ അമ്മുവിന് പറയാൻ കിട്ടില്ല. ചേട്ടയല്ല അമ്മൂസേ, അച്ചേട്ടൻ. വിളിച്ചേ, അച്ചേട്ടൻ. അമ്മുവിനെ എടുത്ത് ഒക്കത്തിരുത്തിക്കൊണ്ട് അച്ചു അവളെ വിളിക്കാൻ പഠിപ്പിക്കുകയാണ്. ചേട്ടൻ. ഭാഗ്യം, ചേട്ടനെന്ന് വന്നു. കണ്ടോ മരിയമ്മേ, ഞാൻ ഇവളെ കൊണ്ട് അച്ചേട്ടനെന്ന് വിളിപ്പിക്കും. മതി, അച്ചുമ്മ പോയി കുളിച്ചിട്ട് വാ, അമ്മുവിനെ ഞാൻ വാ കഴുകി കൊടുക്കട്ടെ. അവൻ്റെ കയ്യിൽ നിന്നും അമ്മുവിനെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അച്ചുവിൻ്റെ ഷർട്ടിലെല്ലാം എച്ചിൽ വെച്ച് തേച്ചേക്കുവാണ് പെണ്ണ്. അത് കണ്ടുകൊണ്ടാണ് മിലി അവനോട് പറഞ്ഞ് മുകളിലേക്ക് പോയി. അച്ചുവിന് അവൻ്റെ ലോകം അവൻ്റെ അമ്മുവാണ്.
പഠിക്കാൻ പോലും ഇപ്പോൾ അവന് മടിയാണ്. ഏത് സമയവും അമ്മുവിനെ കളിപ്പിച്ച് നടക്കും. ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. ഇതിനിടയിൽ മല്ലിക രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. അതോടെ വൃന്ദാവനത്തിൽ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. മല്ലികയ്ക്കും ചന്ദ്രനും രണ്ടാമതും ആൺകുട്ടിയായിരുന്നു. മിലിയാണ് അവനുള്ള പേരിട്ടത്. ഹേമന്ത് ചന്ദ്രമോഹൻ, എല്ലാവരുടെയും മനു. അച്ചു വല്യേട്ടന്റെ സ്ഥാനത്ത് ഗമ കാണിച്ച് നടക്കുവാണ്. കുഞ്ഞുമനുവിന്റെ ചേച്ചിപ്പെണ്ണായി അമ്മുവും. 3 കുട്ടികളുടെയും കളിചിരിയും കൊഞ്ചലും ആ വീടിന്റെ ഉള്ളിൽ സന്തോഷം നിറച്ചു. ഇതിനെല്ലാം ഇരട്ടി മധുരമായി മനുവിനു 2 വയസ്സായപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടി അവിടെ കേട്ടു. മിലിയും വിശ്വനും അവരുടെ രണ്ടാമത്തെ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാണ്. എന്നാൽ രണ്ടാമത്തെ ട്രിമസ്റ്ററിൽ മിലിക്ക് ചെറിയ പ്രശ്നങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ എന്തും സംഭവിക്കാമെന്നും ചിലപ്പോൾ ഒന്നും സംഭവിക്കാതെയും ഇരിക്കാമെന്നും ഡോക്ടർ പറഞ്ഞു. അതോടെ വിശ്വൻ തളർന്നുപോയി. എന്നാൽ സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം മിലി കാണിച്ചു. അവൾ എല്ലാവരെയും സമാധാനിപ്പിച്ചു. ഉള്ളിലെരിയുന്ന ഞെരിപ്പോട് പുറത്ത് കാണിക്കാതെ. പ്രസവത്തിനുള്ള ഡേറ്റ് അടുത്തു വരുന്തോറും എല്ലാവരിലും ആധിയും കൂടി വന്നു. വിശ്വന് താങ്ങായി ചന്ദ്രൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അച്ചുവിന്റെ മടിയിൽ ഒന്നും അറിയാതെ തളർന്നു കിടക്കുകയാണ് അമ്മു. മനുവിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ചന്ദ്രനും വെള്ള പുതച്ചു കിടത്തിയിരിക്കുന്ന മിലിയുടെ ജീവനറ്റ ശരീരത്തിന് മുന്നിൽ നിർജീവമായി, കണ്ണുനീർ പോലും വറ്റിവരേണ്ട കണ്ണുകളുമായി വിശ്വനും ജനിച്ചു മണിക്കൂറുകൾ മാത്രമായ ചോരക്കുഞ്ഞിനെ തൻ്റെ മാറിൻ്റെ ചൂടിൽ അമർത്തി പിടിച്ച് കരയാൻ പോലുമാകാതെ തളർന്നിരിക്കുകയായിരുന്നു മല്ലിക. ചന്ദനത്തിരികളുടെയും കത്തിയിരുന്ന നാളികേരത്തിൻ്റെ ഗന്ധവും അവിടെ ആകെ നിറഞ്ഞു നിന്നു. വിശപ്പ് നിറയാൻ തുടങ്ങിയ ആ ചോരക്കുഞ്ഞ് വിതുമ്പാൻ തുടങ്ങിയതും ഒന്നും ആലോചിക്കാതെ അവളെയും കൊണ്ട് മല്ലിക അകത്തേക്ക് നടന്നു. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ആ അമ്മയുടെ മാറിടങ്ങളെ ചുരത്തി. അമ്മിഞ്ഞ പാലിൻ്റെ രുചി അറിഞ്ഞതും അവൾ കരച്ചിൽ നിർത്തി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മല്ലിക അവളെ പാലൂട്ടി. നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ മോളെ? നീ എനിക്കെൻ്റെ സ്വന്തം അനിയത്തിയായിരുന്നു. നിന്റെ കുഞ്ഞ് എൻ്റെയും കുഞ്ഞാ. പെൺകുട്ടികളില്ലാത്ത എനിക്ക് 2 മാലാഖ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് നീ പോയത്. ഞാനുള്ളപ്പോൾ നമ്മുടെ കുഞ്ഞ് വിശന്ന് കരയാൻ അനുവദിക്കില്ല ഞാൻ. തേങ്ങളോടെ മല്ലിക സ്വയം പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ പാലൂട്ടി. കുഞ്ഞു വയർ നിറഞ്ഞതും അവൾ സുഖമായി ഉറങ്ങി. അപ്പുറത്ത് ജന്മം നൽകിയ അമ്മ മരണത്തിൻ്റെ പോർമുഖത്തെത്തിയത് അറിയാതെ.